Hey, hello, welcome back to another video. The all new 2025 model Aether 450X with a new face എന്നൊന്നും പറയാനില്ല, ലുക്ക് കാര്യങ്ങളൊന്നും മാറ്റമില്ല, ബട്ട് കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു മോഡൽ റീലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2025 മോഡലിലോട്ട് വന്നപ്പോൾ എന്തൊക്കെയാണ് ആഡ് ഓൺ ആയിട്ട് ഏതർ നൽകിയിട്ടുള്ളത്, പ്രീവിയസ് മോഡലിനെ വെച്ച് ബെറ്റർ ആണോ, അതുപോലെ നമുക്ക് ആ ഒരു കൊടുക്കുന്ന പൈസയ്ക്ക് വർത്താണോ എന്നെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു സ്കൂട്ടർ എടുക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ, അതിൽ ഏതൊരാണ് നിങ്ങൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു മോഡലെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കുക. അപ്പോൾ ഒട്ടും വലിച്ചിട്ടാണ്ട് ലെറ്റ്സ് ഗോ. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ വൈസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ പ്രീവിയസ് മോഡലിൻ്റെ സെയിം ഡിസൈൻ തന്നെയാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. ആ ഒരു പോർഷനിൽ വലിയ വ്യത്യാസങ്ങളൊന്നും നൽകിയിട്ടില്ല. ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ ആ ഒരു സ്ലീക്ക് ആയിട്ടുള്ളൊരു മഡ് ഗാർഡാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് ഒക്കെ സെയിം LED ഹെഡ്ലൈറ്റ് ആണ്, കുട്ടി ഹെഡ്ലൈറ്റ് ആണ് നൽകിയിട്ടുള്ളത്. ഡേ ടൈം റിയറിൽ കാര്യങ്ങളിലൊന്നും യാതൊരു ചേഞ്ചും ഇല്ല. സോ ആ ഒരു പ്രീവിയസ് ഡിസൈൻ എക്സാക്റ്റ് ആയിട്ട് അതേപോലെ തന്നെയാണ് 2025 വന്നിട്ടുള്ളത്. ഒരു ഫേസ് ലിഫ്റ്റ് അങ്ങനെ ഒന്നും വന്നിട്ടില്ല. സോ ആ ഒരു പോർഷനിൽ നിങ്ങൾ ചിന്തിക്കാനേ പോകണ്ട. ഓക്കെ, ആൻഡ് ഡിസൈൻ വൈസ് പോലെ തന്നെ ഈ ഒരു മോഡലിൽ അലുമിനിയം ഫ്രെയിമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഒക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ പോർഷനിൽ ഫ്രണ്ടിൽ നമുക്ക് ടെലിസ്കോപ്പിക് സസ്പെൻഷനും റയറിൽ മോണോഷോക്കുമാണ് നൽകിയിട്ടുള്ളത്. ടയറിൻ്റെ പോർഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ MRFൻ്റെ ത്രെഡ് എന്ന് പറഞ്ഞൊരു ടയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പ്രീവിയസ് മോഡലല്ല, ഈ ഒരു മോഡലിൽ പുതിയൊരു ടയറാണ് വന്നിട്ടുള്ളത്. സോ കുറച്ചുകൂടിയും ബെറ്റർ ആയിട്ടുള്ള ലൈഫ് കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ചുകൂടി ഗ്രിപ്പിംഗ് കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊരു ടയറാണെന്നാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. മെയിൻലി ഇലക്ട്രിക് സ്കൂട്ടറിന് വേണ്ടി മാത്രമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ടയർ കൂടിയാണ് ത്രെഡ് ടയർ. അപ്പോൾ ഈ ഒരു ടയർ വരുന്നതുകൊണ്ട് തന്നെ കൂടുതലുള്ളൊരു കിലോമീറ്റർ ലാസ്റ്റിംഗ് ഉണ്ടാകും എന്നാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. മറ്റൊരു കാര്യം, നെക്സ്റ്റ് ബ്രേക്കിങ്ങിൻ്റെ പോർഷനിൽ വരികയാണെങ്കിൽ ഫ്രണ്ടിൽ പെറ്റൽ ഡിസ്ക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നോൺ ABS വേരിയൻ്റ് ആണ്. എന്നുവെച്ചാൽ ABS വന്നിട്ടില്ല ഈ ഒരു മോഡൽ എന്നുള്ളത് ഒരു നെഗറ്റീവ് ഫാക്ടറായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. സോ അതിന് പകരമായി കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഹോണ്ട ഡിയോയിലും ആക്ടിവയിലും കണ്ടുവരുന്ന ആ ഒരു സെയിം കോംബി ബ്രേക്ക് സിസ്റ്റം ഉണ്ടല്ലോ, ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ റയർ ബ്രേക്കിലും ഒരു പെർസെൻറ്റേജ് ആയിട്ടുള്ള ബ്രേക്കിംഗ് അപ്ലൈ ആവും. സോ ഈക്വലി ആ ഒരു ബ്രേക്കിംഗ് രണ്ട് വീലിലോട്ടും ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ആ ഒരു സെയിം സിസ്റ്റം തന്നെയാണ് ഏതൊരു ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ABS ഇല്ലാത്തത് ഒരു നെഗറ്റീവ് തന്നെയാണ് ഒരു സേഫ്റ്റി പോർഷനിൽ വെച്ച് നോക്കുമ്പോൾ. ആൻഡ് റയർ പോർഷനിൽ വന്നിട്ടുള്ള 190 സെക്ഷൻ ഡിസ്ക് ആണ് നൽകിയിട്ടുള്ളത്. അതിലും പെറ്റൽ ഡിസ്ക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 100 സെക്ഷൻ ടയറാണ് വന്നിട്ടുള്ളത്. 12 ഇഞ്ച് അലോയ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ ബെറ്റർ ബ്രേക്കിംഗ് കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ബട്ട് ആ ഒരു ABSൻ്റെ ഒരു പോരായ്മ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. സോ പ്രൈസ് കാര്യങ്ങൾ ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ABS ഇല്ലാത്തത് ഒരു വലിയൊരു ഡ്രോബാക്ക് ആണ് ഈ ഒരു മോഡലിൽ. ബ്രേക്കിങ്ങിൻ്റെ പോർഷൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മോഡലിൽ അഡീഷണൽ ആയിട്ട് കമ്പനി നൽകിയിട്ടുള്ളൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാജിക് ട്വിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചറാണ്. ആക്സിലേറ്റർ നമ്മൾ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വണ്ടിക്ക് ഒരു ബ്രേക്കിംഗ് ഉണ്ട്, ഒരു വണ്ടിയുടെ എൻജിൻ ബ്രേക്കിംഗ് കാര്യങ്ങൾ അപ്ലൈ ആവുന്നുണ്ട്. സോ അത് അവർ റീഡിസൈൻ ചെയ്ത് നമ്മൾ ആ ത്രോട്ടിൽ കട്ട് ഓഫ് ആയത് കഴിഞ്ഞ് നമ്മൾ ഒന്നോടെ റിവേഴ്സ് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ബ്രേക്കിംഗ് കൂടുതൽ അപ്ലൈ ആവും. പക്ഷെ ബ്രേക്ക് യൂസ് ചെയ്യാണ്ട് തന്നെ ആക്സിലേറ്ററിൽ തന്നെ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു നോർമൽ സീറോയിൽ ആക്സിലേറ്റർ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ റിവേഴ്സിലോട്ട് ഒന്നോടെ ടേൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാജിക് ടെസ്റ്റ് പോലെ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അതൊരു നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ ആക്സിലേറ്ററിൽ തന്നെ നമുക്ക് ആ ഒരു ബ്രേക്കിംഗ് കൺട്രോളിങ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ആൻഡ് ബാറ്ററിയുടെ പൊസിഷനിൽ നോക്കുകയാണെങ്കിൽ 3.7 കിലോവാട്ടിൻ്റെ ബാറ്ററിയും അതുപോലെ 2.9 കിലോവാട്ടിൻ്റെ ബാറ്ററിയും വരുന്നുണ്ട്. 6.4 കിലോവാട്ടിൻ്റെ മോട്ടറാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. ബെൽറ്റ് ഡ്രൈവ് കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 0 to 40 എത്തുവാൻ അറൗണ്ട് ഒരു 3.3 സെക്കൻഡ്സ് ആണ് ഈ ഒരു വണ്ടിക്ക് വേണ്ടത്. ടോപ്പ് സ്പീഡ് വരുന്നത് 90 കിലോമീറ്റർ ആണ്. ഇപ്പോൾ കമ്പനി ക്ലെയിം ചെയ്യുന്ന റേഞ്ച് 161 കിലോമീറ്റർ ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ബട്ട് ഒരു റിയൽ ടൈം യൂസിന് നിങ്ങൾക്കൊരു 130-131 ആ ഒരു റേഞ്ചിലുള്ള കിലോമീറ്റർ കാര്യങ്ങൾ കിട്ടും. EV സ്കൂട്ടർ വെച്ച് നോക്കുമ്പോൾ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള കിലോമീറ്റർ റേഞ്ച് തന്നെയാണ് ഒരു 130 ഒക്കെ വെച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ ഈ ഒരു മോഡലിൽ നമുക്ക് 22 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. സെയിം ഗ്രാബ് റെയിൽ ആൻഡ് സെയിം സീറ്റ് കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനകത്തൊന്നും യാതൊരു ചേഞ്ചും ഇല്ല. ഞാൻ പറഞ്ഞു ഡിസൈൻ വൈസ് കാര്യമായ ഒരു അല്ലെങ്കിൽ സ്ട്രക്ചർ വൈസ് അവർ യാതൊരു ചേഞ്ച് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല ഈ ഒരു മോഡലിൽ.
പിന്നെ സ്വിച്ചസ് എല്ലാം സെയിം തന്നെയാണ്. പ്രീമിയം ഫീൽ നൽകുന്ന ആ ഒരു സ്വിച്ചസ് ആൻഡ് ഡാഷ്ബോർഡാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മോഡലിൽ നമുക്ക് 4 റൈഡ് മോഡാണ് വരുന്നത്. എക്കോ, റൈഡ്, സ്പോട്ട്, റാപ്പ്, ഇങ്ങനെ 4 റൈഡ് മോഡ്സ് ആണ് നൽകിയിട്ടുള്ളത്. ഏറ്റവും ടോപ്പ് സ്പീഡ് അല്ലെങ്കിൽ മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്നത് നമുക്ക് റാപ്പ് മോഡിൽ തന്നെയാണ്. സോ അതനുസരിച്ച് കിലോമീറ്റർ റേഞ്ചിലും കുറവ് വരും. നെക്സ്റ്റ് ഈ ഒരു മോഡൽ അഡീഷണൽ ഫീച്ചറായിട്ട് വന്നിട്ടുള്ള ട്രാക്ഷൻ കൺട്രോൾ ഈ ഒരു മോഡൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ട്രാക്ഷൻ കൺട്രോൾ ആഡ് ചെയ്തിട്ടുള്ള 3 മോഡുകളിലാണ്: റാലി, റെയിൻ, റോഡ്. സോ ട്രാക്ഷൻ്റെ സെൻസിറ്റിവിറ്റി കൺട്രോൾ ചെയ്യാനാണ് ഈ ഒരു 3 മോഡുകൾ നൽകിയിട്ടുള്ളത്. സോ ഒരു സേഫ്റ്റി പോർഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏതൊരു രീതിയിലുള്ളൊരു ട്രാക്ഷൻ കൺട്രോളാണ് വേണ്ടതെന്നുള്ളത് ഈ ഒരു 3 റൈഡ് മോഡ് വെച്ച് തന്നെ നമുക്ക് സെറ്റും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് മറ്റൊരു കാര്യം വെച്ചാൽ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഒരു ആവശ്യകത എനിക്ക് ഈ ഒരു മോഡലിൽ തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ABS നൽകിയ ട്രാക്ഷൻ കൺട്രോൾ എന്നുള്ള ഫീച്ചർ അവർക്ക് വേണമെങ്കിൽ മാറ്റാമായിരുന്നു. ജസ്റ്റ് ഒരു ആഡ് ഓൺ ഫീച്ചർ പോലെ അവർ ട്രാക്ഷൻ കൺട്രോൾ ആഡ് ചെയ്തിട്ടുള്ളൂ. സോ അതിന് പകരം ABS ആയിരുന്നെങ്കിൽ ഇച്ചിരി ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. പിന്നെ നോർമലി വരുന്ന പോലെ തന്നെ നമുക്ക് നാവിഗേഷൻ കൺട്രോൾ, നമുക്ക് മൊബൈൽ ആപ്പ് വെച്ച് തന്നെ ഇതിൻ്റെ ബാക്കി എല്ലാ കൺട്രോളും, ഇപ്പോൾ നിയറസ്റ്റ് ആയിട്ടുള്ളൊരു ചാർജിങ് സ്റ്റേഷൻ എവിടെയുണ്ട്, അങ്ങനത്തെ എല്ലാ കൺട്രോൾസ് കാര്യങ്ങളും മൊബൈൽ ആപ്പ് ത്രൂ തന്നെ ഈ ഒരു വണ്ടി കണക്ട് ചെയ്ത് നോക്കാം. സോ അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. എനിക്ക് ഏതെല്ലാം കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം അത്യാവശ്യം നല്ല ആക്യുറേറ്റ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ന്യൂ ആയിട്ട് 2 കളറാണ് വന്നിട്ടുള്ളത്. ഒന്ന് ഡെസേർട്ട് കളർ പോലെ, പിന്നെ ഒരു ഡാർക്ക് ബ്ലൂ പോലത്തെ ഒരു കളറുമാണ് വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഈ ഒരു മോഡലിലെ പ്രൈസിൻ്റെ പോർഷനിലോട്ട് നോക്കുകയാണെങ്കിൽ ഏതർ 450Xൽ 2 ബാറ്ററീസാണ് നൽകിയിട്ടുള്ളത്. ഒന്ന് 2.9 കിലോ വാട്ടിൻ്റെയും നെക്സ്റ്റ് 3.7 കിലോ വാട്ടിൻ്റെയാണ് ബാറ്ററി വരുന്നത്. 2.9 കിലോ വാട്ടിൻ്റെ ബാറ്ററിക്ക് 1,46,999 റുപ്പീസാണ്. 1,47,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് 3.7 കിലോ വാട്ടിൻ്റെ ബാറ്ററിക്ക് വരുന്നത് 1,57,000 രൂപയാണ് വരുന്നത്. പിന്നെ അതിൻ്റെ വിത്ത് പ്രോ പാക്ക് ഉള്ളൊരു മോഡൽ വരുന്നത് 1,77,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. സോ പ്രോ പാക്ക് വേരിയൻ്റ് ഒരിക്കലും അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ അത്രയും പ്രൈസ് കൊടുത്തൊരു ഏതർ നോക്കുമ്പോൾ EV സ്കൂട്ടറിലോട്ട് പോകണമെന്ന് എനിക്ക് ഞാൻ പേഴ്സണലി പറയില്ല. പിന്നെ ഈ ഒരു മോഡലിൽ ബേസ് വേരിയൻറ്റ് വരുന്നത് 450S എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. എക്സ് അല്ല, എസ്. അതിന് വരുന്ന പ്രൈസ് 1,30,000 ആണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. സോ ഒരു ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ നിയറസ്റ്റ് ടു 1,50,000 അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അത്രയാണ് ഈ ഒരു മോഡൽസിൻ്റെ പ്രൈസ് വരുന്നത്. പ്രോ പാക്ക് വരുന്ന എല്ലാ മോഡൽസിനും പ്രൈസുമാണ്. ഈ പ്രോ പാക്കിൽ വരുന്ന ഹിൽ ക്ലൈംബ് അസിസ്റ്റ് പോലുള്ള ഫീച്ചേഴ്സാണ് ഈ ഒരു പ്രോ പാക്ക് എന്ന് പറഞ്ഞ ഒരു വേരിയൻറ്റ് വരുന്നത്. സോ പ്രൈസ് കാര്യങ്ങൾ കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ ഫീച്ചേഴ്സ്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇത്രത്തോളമാണ്. പ്രീവിയസ് മോഡലിന് വെച്ച് നോക്കുമ്പോൾ കാര്യമായ ഒരു അപ്ഗ്രേഡ് ഒന്നുമില്ല, ചെറിയ ചെറിയ ഫീച്ചേഴ്സ് മാത്രമാണ് നൽകിയിട്ടുള്ളത്. സോ ഈ ഒരു മോഡലിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള റൈഡ് റിവ്യൂ കാര്യങ്ങൾ വണ്ടി അവൈലബിൾ ആയതിനു ശേഷം നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ഒരു EV സ്കൂട്ടർ എടുക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഏതെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ദെൻ ബൈ.